ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ അഞ്ജലിക്കുട്ടിയും അച്ഛനും കൂടിയുള്ള സംസാരത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അഞ്ജലിക്കുട്ടി ചില ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ എന്തോ അരുതാത്തത് സംഭവിക്കും എന്ന രീതിയിലൊക്കെ നമ്മുടെ അഞ്ജലി അച്ഛനോട് പറയാണ്, അച്ഛാ എന്തോ എൻ്റെ മനസ്സിൻ്റെ ഒരു സുഖം തോന്നുന്നില്ല, എന്തോ അരുതാത്തത് സംഭവിക്കും എന്നൊക്കെ ഒരു തോന്നലാണ് എൻ്റെ ഉള്ളിലുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല അച്ഛാ. അത് നമ്മുടെ അഞ്ജലിയുടെ അച്ഛനപ്പോൾ നമ്മുടെ അഞ്ജലിനെ ആശ്വസിപ്പിക്കുകയാണ്. മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, എല്ലാം നല്ല രീതിയിൽ നടക്കും. ഇന്ന് ആ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ പതനം നടക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ മോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ വെറും ഒരു ക്രിമിനൽ വക്കീലല്ല, അയാളുടെ മനസ്സും ക്രിമിനലാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എങ്കിലും അന്തിമ വിജയം മോൾക്ക് തന്നെയായിരിക്കും മോളെ. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ നമ്മുടെ അഞ്ജലിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം അഞ്ജലിയുടെ മനസ്സിലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അച്ഛനോട്. അച്ഛാ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അച്ഛനത് പറ്റില്ല എന്ന് പറയരുത്, അച്ഛനത് സാധിച്ചു തരണം. എന്താണ് മോളെ എന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കും. അപ്പം അഞ്ജലി പറയും, അച്ഛാ ഇന്ന് കോടതിയിൽ വരണം, അച്ഛൻ്റെ മോളിന്ന് വിജയിക്കുന്നത് കാണാനായിട്ട് അച്ഛൻ കോടതിയിൽ വരണം. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ പതനം ഇന്ന് നടക്കും, വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ വരണം എന്ന് എന്താണെങ്കിലും പറ്റില്ല എന്ന് പറയരുത് അച്ഛാ. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലിയുടെ അച്ഛന് ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അന്ന് കോടതിയിൽ വെച്ച് രാഘവനുണ്ണി നമ്മുടെ അച്ഛനെ ഒരുപാട് നാണം കെടുത്തിയ കാര്യം, അന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്ന കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. അപ്പോൾ നമ്മുടെ അച്ഛൻ അഞ്ജലിയോട് പറയും, എനിക്ക് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ പതനം കാണണം, അതിനുവേണ്ടി വന്നേ പറ്റൂ, ഒരിക്കലും ആ കോടതി മുറ്റത്തേക്ക് വരരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വരും, എൻ്റെ മോളുടെ വിജയം കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരും. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ പതനം അതെനിക്ക് കാണണം മോളെ, എൻ്റെ കണ്ണ് നിറയെ കാണണം. അങ്ങനെ അച്ഛനും അഞ്ജലിക്കുട്ടിയൊക്കെ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനാണ് ആദ്യം കാട്ടിയത്. പിന്നെ കാട്ടുന്ന സീനാണ് നമ്മുടെ അർജുൻ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അതിനുള്ള പണിയൊക്കെ അവർ നേരത്തെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അർജുൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സമയം അതാ 11:30 മണിയായി. ഒരിക്കലും അർജുൻ അത്രയും ലേറ്റായിട്ട് എഴുന്നേക്കാറില്ല. അപ്പം തന്നെ നമുക്ക് എന്തോ ഒരു അപകടം മണത്തു കേട്ടോ. 11:30 മണി. അപ്പോൾ അർജുൻ ചാടി നിൽക്കും, ദൈവമേ സമയം പോയില്ല, ഇത്ര സമയമായി അങ്ങനെയൊക്കെ വിചാരിച്ച് ക്ലോക്കിലേക്കൊക്കെ നോക്കി ഒരുപാട് സമയം പോയില്ല എന്ന് വിചാരിച്ച് പിന്നെ അർജുൻ വേഗം റെഡിയായി കുളിച്ച് വേഗം ഡ്രസ്സൊക്കെ വന്ന് മാറി വേഗം റെഡിയായി ഷൂ ഒക്കെ ഇട്ട് റെഡിയായി വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ എത്ര നോക്കിയിട്ട് വാതിൽ തുറക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അർജുൻ ആകെ സീനാക്കും. അർജുൻ വിളിച്ചു പറയും, ആരാ ഇവിടെ ഉള്ളത്, ആരാണ് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയത്, എനിക്ക് പുറത്ത് പോകണം, വേഗം വന്ന് വാതിൽ തുറക്കുക. അങ്ങനെ പറഞ്ഞിട്ട് വാതിലൊക്കെ ഇടിക്കാനും തട്ടാനൊക്കെ തുടങ്ങും. പക്ഷെ ആരും കേൾക്കുന്നില്ല. അവസാനം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദനുണ്ണിയൊക്കെ കൂടി അതുവഴി ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ. ഗോവിന്ദനുണ്ണി കടന്നു വരുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് ഒരു സീനും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിനു മുമ്പ് നടക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഈ കുറുപ്പ് കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ അയാൾ കാറിൽ നിന്നും നമ്മുടെ രാഘവനുണ്ണി ഫോൺ വിളിക്കുന്നുണ്ട്. രാഘവനുണ്ണിയോട് ചോദിക്കുകയാണ്, എടോ ഇന്ന് കോടതിയിൽ എന്താകും, ആ മുരളിയുടെ മൊഴി നമുക്ക് പാരയായിട്ട് മാറുമോ, എനിക്കെന്തോ ഒരു ആകെ ടെൻഷൻ തോന്നുക. അപ്പോഴത്തേനും രാഘവനുണ്ണി പറയുന്നുണ്ട്, അതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, മുരളിയുടെ മൊഴിക്കെതിരായിട്ട് കൊടുക്കാനും അതിന് വേണ്ടി എതിർത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, താൻ ധൈര്യമായിട്ടിരിക്കുക. കുറിപ്പ് പിന്നെയും പറയും, എനിക്കെന്തോ ആകെ ഒരു വിശ്വാസം തോന്നുന്നില്ലടോ, ഇനി പത്മനെ ഇതുവരെ കണ്ടെത്താനും പറ്റിയിട്ടില്ല, ഇനി അഥവാ ഇനി പത്മ എത്തുന്ന സമയത്ത് ദൈവദൂതനെ പോലെ തൻ്റെ മകൻ അർജുൻ അവിടെ വന്ന് കയറുമോ, അവൻ ഒരു സിനിമാ നായകനെ പോലെ വന്ന് അവളെ രക്ഷിച്ച് അവിടെ കോടതിയിൽ ഹാജരാക്കുവോടോ. അപ്പോൾ രാഘവനുണ്ണി പറയുകയാണ്, അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, അതിന് വേണ്ട പണിയൊക്കെ നന്ദിനി ചെയ്തു വെച്ചിട്ടുണ്ടോ, താൻ ധൈര്യമായിട്ടിരിക്കുക, മുരളിയുടെ മൊഴി ഓർത്ത് താൻ പേടിക്കൊന്നും വേണ്ട, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, താൻ ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ കുറുപ്പ് ചോദിക്കും, നന്ദിനി എന്ത് ചെയ്തു? അപ്പോൾ രാഘവനുണ്ണി പറയും, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, താൻ ധൈര്യമായിട്ട് കോടതിയിലേക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, ഇന്ന് വിജയം നമുക്ക് തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സീനിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായിരുന്നു, എന്തോ ഒരു വൻ ചതി ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. എന്താണെങ്കിലും അർജുൻ ലേറ്റ് ആയിട്ടുണ്ട്, ഡ്രസ്സ് ഒക്കെ മാറി ഇങ്ങനെ അത്ര വാതിൽ ഇടിച്ചിട്ട്
തുറക്കുന്നില്ല, സംഭവം എന്താണെന്ന് അറിയത്തില്ല. കുറേ നോക്കി, എല്ലാ രീതിയിലും തുറന്നു നോക്കിയിട്ടൊന്നുമില്ല, ഫോണൊന്നുമില്ല കയ്യിൽ. അപ്പോൾ ഈ സമയത്ത് ഗോവിന്ദനെയും വൈഫും കൂടെ അതുവഴി പാസ് ചെയ്യും. അപ്പോഴും അവരിത് കാണുന്ന ഇങ്ങനെ നമ്മുടെ അർജുനെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊരു കാര്യം. ഇപ്പോൾ ഗോവിന്ദനോടിക്കും വിചാരിക്കും, അർജുൻ ഇത് ആരെയും അകത്തുനിന്ന് പൂട്ടിയിട്ടുള്ളത്, ഇതിൻ്റെ കീ എവിടെ, എപ്പോഴും ഇവിടെ കീ ഉണ്ടായിരുന്നതാണല്ലോ, ഇതൊക്കെ എവിടേക്ക് പോയി. അങ്ങനെ കുറേ ഗോവിന്ദനോടിയും വൈഫും കൂടി ശ്രമിച്ചിട്ട് തുറക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നന്ദിനി, നമ്മുടെ പ്രിയപ്പെട്ട നന്ദിനി മേഡം അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദിനി മേഡം പറയാണ്, ഗോവിന്ദൻ കുറേ തപ്പണ്ട, കീ എൻ്റെ കയ്യിലുണ്ട്, ഈ കീ ഇന്ന് അർജുൻ അവിടെ കിടക്കട്ടെ, ഇന്ന് രാഘവനുണ്ണി, അതായത് രാഘവനുണ്ണി ചേട്ടൻ കേസ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവൻ പുറത്തു പോയാൽ മതി, അതാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോഴത്തേനും ഇത് കേൾക്കുമ്പോഴത്തേനും ആകെ ഗോവിന്ദനുണ്ണിക്കും ഭ്രാന്ത് പിടിക്കും. എന്ത് പണിയാണ് ചേച്ചി ഒപ്പിച്ചു വെക്കുന്നത്, അവനെ ഇറക്കി വിടുക, അവൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടില്ലേ. ഫോൺ നോക്കുമ്പോൾ ഫോണും നമ്മുടെ അർജുൻ്റെ ഫോണും എല്ലാം ഈ നന്ദിനി മേഡത്തിൻ്റെ കയ്യിലാണ് കേട്ടോ ഉള്ളത്. പുള്ളിക്കാരി പറയും, അവനെ അവിടെ കിടന്ന് കുറച്ച് കരയട്ടെ, എന്നാലും കുഴപ്പമില്ല, എന്താണെങ്കിലും ഇന്ന് ചേട്ടൻ കേസ് കഴിഞ്ഞ് തിരിച്ചു വരാതെ അവൻ ഈ വീടിന് പുറത്ത് പോകത്തില്ല, അത് ഞങ്ങളുടെ തീരുമാനം തന്നെ, അതിലൊരു മാറ്റമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനോടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അർജുനാണ് അകത്ത് കിടന്ന് എങ്ങനെയായാലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി വളരെ വിഷമത്തോടെയും ദേഷ്യത്തോടെയും കൂടിയിട്ട് വാതിൽ ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്ത് ചെയ്തിട്ടും തുറക്കില്ല. അവസാനം നമ്മുടെ അർജുന് മനസ്സിലാവുകയാണ്, ഇനി എന്താണെങ്കിലും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം മനസ്സിലാവുകയാണ്. വളരെ നിരാശയോടുകൂടി ഫോണെല്ലാം പുള്ളിക്കാരി എടുത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്കൊരു കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു വഴിയില്ലാത്ത ഒരു അവസ്ഥയിലായിട്ടോ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അർജുന് ഭയങ്കര വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്. എന്നിട്ട് അർജുന നിരാശയോടുകൂടി കട്ടിലേക്ക് ഇരിക്കുന്ന സീന് നമുക്ക് വിഷമവും ദേഷ്യമൊക്കെ നമുക്കൊരു ആ സീൻ കാണുമ്പോൾ വരും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ ഒരു സീനാണ്. ഏറ്റവും അവസാന ഭാഗങ്ങളെ കുറച്ച് സീനുകൾ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലിക്കുട്ടിയും നമ്മുടെ ശിവരാമകൃഷ്ണൻ ചേട്ടനും കൂടിയിട്ട് കോടതി മുറ്റത്തേക്ക് എത്തിയാണ് കേട്ടോ. സ്കൂട്ടറിൽ ഒരുമിച്ച് എത്തുന്നത്. അവിടെ വന്ന് ഇറങ്ങും. അങ്ങനെ കോടതി മുറ്റത്ത് വന്നിങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും നമ്മുടെ അച്ഛൻ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പണ്ട് ഈ കോടതിയുടെ മുറിയിൽ വാദിച്ച കാര്യങ്ങൾ, അന്ന് ഒരുപാട് സങ്കടത്തോടെ ഇറങ്ങിപ്പോയ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. അപ്പം ഇതിനിടയിൽ നമ്മുടെ ആര്യയുടെ കോള് നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് വരും. അഞ്ജലിയോട് ചോദിക്കും, രാജീവ് അവിടെ എത്തിയോ, ഫോൺ വിളിച്ചോ? അപ്പത്തേനും നിരാശയോടുകൂടി നമ്മുടെ അഞ്ജലിക്കുട്ടി പറയാണ്, രാജീവിന് ഒരുപാട് നേരമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല, അയാളാണ് ഇതുവരെ എത്തിയിട്ടില്ല, എന്ത് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ പതുക്കെ തുടങ്ങി കേട്ടോ. ആര്യ അപ്പോൾ പറയാണ്, നീ ഓൾറെഡി ഇന്ന് സിറ്റിംഗ് ഉള്ളതാണെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അഞ്ജലി പറയും, അതൊക്കെ രാജീവിനെ അറിയാം, എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങളാണ്, പക്ഷേ ഞാനൊന്ന് ഫോൺ വിളിച്ച വെറും 2 റിങ്ങിനുള്ളിൽ എടുക്കുന്ന ആളാണ്, ഇപ്പോൾ എന്ത് പറ്റി എന്നറിയില്ല, എന്താ സംഭവിച്ചത് എന്നറിയില്ല ആര്യെ, എന്താണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഈ ഫോൺ വിളിക്കാനായിട്ട് നമ്മുടെ അഞ്ജലിക്കുട്ടി ആര്യനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഇതേ സമയം തന്നെ അഡ്വക്കേറ്റ് രാഘവനുണ്ണി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവരാമൻ ചേട്ടൻ ആ സൈഡിൽ നിൽപ്പുണ്ട്. അയാൾ വലിയ കാറിൽ നിന്ന് വന്നിറങ്ങും രാഘവനുണ്ണി. എന്നിട്ട് അയാളുടെ സാരഥികളോട് ചോദിക്കും, അതെ ആ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ? അപ്പോൾ പറയും, ഉണ്ട് സാർ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കേട്ടോ രാഘവനുണ്ണി കോടതി മുറിയിലേക്ക് വരുന്നത്. അയാൾക്ക് ഒരു ഇതുമില്ല, അത് കേസ് തോറ്റു പോകുന്ന ആ ഒരു മുഖഭാവങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അയാൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം മുരളിയുടെ മൊഴി ഉണ്ടെങ്കിൽ പോലും അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം അയാൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും എന്തോ ഒരു സംഭവമുണ്ട്. അയാളങ്ങനെ കോടതിയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ശിവരാമൻ ചേട്ടൻ ഇങ്ങനെ വിളിക്കാണ്, എടോ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴത്തേനും രാഘവനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശിവരാമനെ കാണും. വളരെ ഞെട്ടലോടെയാണ് കാണുന്നത്. കാരണം ശിവരാമകൃഷ്ണനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുകയാണ് കേട്ടോ. കോടതി മുറ്റത്തേക്ക് വരാനായിട്ടുള്ള അനുവാദ സംഭവങ്ങളൊന്നും സത്യത്തിൽ അഡ്വക്കേറ്റ് നമ്മുടെ ശിവരാമകൃഷ്ണൻ ഇല്ല. അപ്പോൾ അന്ന് കോടതി മുറിയിൽ നിന്ന് നിരാശനായി മടങ്ങേണ്ടി വന്ന ആ ശിവരാമനെ എല്ലാം രാവണനെ ഓർത്തു വളരെ പുച്ഛത്തോടു കൂടി വരികയാണ്. പുച്ഛത്തോടു കൂടി വന്നിട്ട് ശിവരാമൻ ചേട്ടനോട് സംസാരിക്കുകയാണ്, താൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു? താൻ വല്ല വഴിതെറ്റിയും വന്നോ? തനിക്കിവിടെ വരാൻ പാടില്ല എന്ന് തനിക്ക് അറിയാവോ?
അപ്പോൾ താനത് മറന്നു വന്ന് കയറിയതാണ്. ഇങ്ങനെ വളരെ പുച്ഛത്തോട് കൂടിയിട്ട് നമ്മുടെ ശിവരാമൻ ചേട്ടനോട് രാഘവനുണ്ണി സംസാരിക്കുകയാണ് കേട്ടോ. ശിവരാമൻ ചേട്ടൻ വളരെ മാസമായിട്ടൊരു ഡയലോഗ് ഈ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയോട് പറയുകയാണ്. ഈ കോടതി മുറ്റത്ത് അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണനായിട്ട് എനിക്ക് വരത്തില്ലായിരിക്കും, പക്ഷേ ആർട്ടിക്കിൾ 91 താൻ മറന്നു പോകരുത്. എനിക്കൊരു സാധാ പൗരനായിട്ട് ഇവിടെ എനിക്ക് വരാം, അത് താൻ മറക്കണ്ട. ഇന്ന് ഞാൻ വന്നത് തൻ്റെ പതനം കാണാനായിട്ടാണ്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി ജീവിതത്തിൽ ആദ്യമായിട്ട് തോറ്റ് തുന്നം പാടാനായിട്ട് പോവുകയാണ്. അതിൻ്റെ കയ്പ് നീര് താനൊന്ന് കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത് എന്ന് പറയും. അപ്പോൾ അഡ്വക്കേറ്റ് രാഘവനുണ്ണിക്ക് ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് അപ്പോഴും ഒരു ഇതില്ല കേട്ടോ. പുള്ളി അപ്പോഴും ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ പുള്ളി അത്ര ഷോക്കടൊന്നും ആയിട്ടില്ല. പുള്ളി അപ്പോഴും ഇങ്ങനെ വലിയ ഒരു കോൺഫിഡൻസോടുകൂടി നിൽക്കുകയാണ്. താൻ എന്ത് പിച്ചും പെയ്യൊക്കെയാണ് ഈ പറയുന്നത്, തോക്കാനോ? അത് തൻ്റെ വെറും വ്യാമോഹം മാത്രമാണ്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി തോക്കത്തില്ല. അത് താൻ വെറുതെ മനസ്സിൽ വിചാരിക്കത്തുള്ളൂ. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വളരെ പുച്ഛത്തോടു കൂടിയിട്ട് ശിവരാമൻ ചേട്ടനോട് പിന്നെയും ഈ രാഘവനുണ്ണി പറയാണ് കേട്ടോ. ആ ഒരു നിമിഷം നമ്മുടെ അഞ്ജലിക്കുട്ടി കടന്നു വരികയാണ്. ആര് പറഞ്ഞു? വളരെ കോൺഫിഡൻസോട് കൂടി നമ്മുടെ അഞ്ജലിക്കുട്ടി കടന്നു വരികയാണ്. അങ്ങനെ തന്നോട് ആരാ പറഞ്ഞത്? ഇന്ന് തോൽവിയുടെ രുചി താൻ അറിയും, അങ്ങനെ അറിയുക തന്നെ ചെയ്യും, അങ്ങനെ ജയിക്കുമെന്നൊരു വ്യാമോഹം തനിക്ക് വേണ്ട എന്ന രീതിയിൽ ഒരു ഡയലോഗും പറഞ്ഞ് നമ്മുടെ അഞ്ജലിക്കുട്ടി കടന്നു വരുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. ഇന്ന് കോടതി മുറികളിലേക്ക് സീനുകൾ ഒന്നും തന്നെ പോയിട്ടില്ല. പ്രധാനമായ 2 സംഭവങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, നമ്മുടെ അർജുനും മുറി പൂട്ടിയിട്ട് അർജുന് ഇറങ്ങാൻ പറ്റാത്ത ആ ഒരു സംഭവമാണ്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത്, പത്മേനെ കയ്യിൽ കിട്ടിയാൽ തീർക്കണം എന്നൊരു തീരുമാനം കുറുപ്പ് ഇന്ന് രാഘവനുണ്ണിയോട് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ കുറുപ്പ് രാഘവനുണ്ണിയോട് പറയുന്നുണ്ട്, ഇന്ന് പത്മേനെ കിട്ടിക്കഴിഞ്ഞാൽ തീർത്ത് കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊരു സീനും കൂടി ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് വന്നത്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന് എപ്പിസോഡ് കാണുക. രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.